കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യെശയ്യാവിൻ്റെ പുസ്തകം 61-ാം അധ്യായം. 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ആ ഘോഷിക്കാൻ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. ഘോഷിക്കുക. ജോലി കിട്ടിയാൽ, PSCയുടെ പേപ്പർ വന്നാൽ, ലോട്ടറി അടിച്ചാൽ, ക്രിക്കറ്റുകൾ ജയിച്ചാൽ അവർ ഘോഷിക്കുന്ന ഘോഷം കണ്ടിട്ടില്ലേ? ഇതുപോലെ സുവിശേഷം ഘോഷിക്കുക ചെയ്യുന്നത്. യഹോവയ്ക്ക് സ്തോത്രം എന്ന് പറയുന്നത് ഒരു ഘോഷമാണ്. 136-ാം സങ്കീർത്തനത്തിൽ ഘോഷിക്കുകയാണ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ആ സങ്കീർത്തനത്തിലെ എല്ലാ വിഷയങ്ങളിലും, എല്ലാ ദൈവപ്രവൃത്തികളിലും പരിശുദ്ധാത്മാവ് പറയുകയാണ്: സ്തോത്രം ചെയ്യുവിൻ, ഘോഷിപ്പിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇവിടെ ഒരു മനുഷ്യൻ, അവൻ സാധാരണക്കാരനായിരുന്നു. അവൻ നാണിച്ചവനാണ്, അവൻ ലജ്ജിച്ചവനാണ്. 7-ാം വാക്യം പറയുന്നു: നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. ലജ്ജിക്കപ്പെട്ടതുകൊണ്ട്, ഇൻസൾട്ടഡ് ആയതുകൊണ്ട് ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ, അവൻ ഇന്ന് യഹോവയുടെ പുരോഹിതനായി മാറി. കാരണം യഹോവയുടെ ആത്മാവ് മനുഷ്യൻ്റെ മേൽ വന്നിട്ട് ഹൃദയം തകർന്നവരെ മുറികെട്ടാൻ, മനസ്സ് തകർന്ന ആൾക്കാരെ, മനസ്സുപോയ ആൾക്കാരെ മുറിവ് കെട്ടാൻ, മനസ്സ് തകർന്നവരുടെ മുറിവ് കെട്ടാൻ പറ്റുമോ? ദൈവാത്മാവിന് കഴിയും. പണ്ടത്തെ കാലത്തെ ഓർമ്മകൾ കൊണ്ട് ഭ്രാന്തന്മാരായ ആൾക്കാർ, കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെടലുകൾ, അവഗണനകൾ, ചതികൾ മനസ്സ് തകർത്ത് എത്രയോ പേർ. പക്ഷേ അവിടെ ഒരു ദേവദാസൻ ചെന്നിട്ട് അവരുടെ മുറിവ് കെട്ടുകയാണ്. പല വിഷയങ്ങളിൽ തടവുകാരായവർ, പുറം ലോകം കാണാൻ കഴിയാത്തവർ, അവർക്ക് വിടുതലാകുകയാണ് ഈ മനുഷ്യൻ. ബന്ധിക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടുമുണ്ട് ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കാൻ. എന്തുകൊണ്ടാണ്? ഈ മനുഷ്യൻ ദുഃഖിച്ചതാണ്. അതുകൊണ്ട് ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നു. സിയോനിലെ ദുഃഖിതന്മാർക്ക്. ആരാണ് ഈ സിയോനിലെ ദുഃഖിതന്മാർ? രണ്ടു കൂട്ടം ആൾക്കാരുണ്ടല്ലോ. ഒന്ന് സഭ എന്ന തോട്ടത്തിന് പുറത്തുള്ള ആൾക്കാർ, പിന്നെ സഭയിലുള്ള ആൾക്കാർ. അത് ഇതിൻ്റെ അവസാന വാക്യത്തിലുണ്ട്. ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും. ഇപ്പോൾ തോട്ടത്തിന് പുറത്തുള്ളത് തന്നെത്താനെ കിളിക്കുന്നതാണ്. എങ്ങനെയോ വിത്ത് കാറ്റിലൊക്കെ പറന്നു വരും, പക്ഷികൾ കൊണ്ടിടും, മഴ പെയ്യും, കിളിർക്കും. തോട്ടത്തിനകത്തതോ നട്ടതാണ്, വിതച്ചതാണ്. ഇത് രണ്ടും നടക്കുന്നത് പോലെ കർത്താവ് സകല ജാതികളും കാണുക നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും. ഹല്ലേലൂയ. നീതിയെയും സ്തുതിയെയും മുളപ്പിക്കും എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ അകത്തും ദൈവസഭയുടെ പുറത്തും കർത്താവ് ആനന്ദഘോഷമുയർത്തും. നീതി നടത്തും ദൈവം. ന്യായാധിപതിയായി, ജഡ്ജായിരുന്ന്, പോലീസുകാരനായിരുന്ന് ദൈവം നീതി നടത്തും. അപ്പോൾ ദൈവസഭയിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമല്ല. വെണ്ണീറിടുന്നത് ഉപവാസത്തിലാണ്. അപ്പോൾ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും മെനക്കെടുന്ന ദൈവസഭയിലെ ദുഃഖിതന്മാർക്ക് 3 കാര്യങ്ങൾ കൊണ്ടുവരിക ഗിഫ്റ്റായിട്ട്: അലങ്കാരമാല, ആനന്ദതൈലം, സ്തുതി എന്ന മേലാട. അപ്പോൾ ഒരു അഭിഷിക്തൻ, പരിശുദ്ധാത്മാവുള്ളവൻ ശുശ്രൂഷയ്ക്ക് സഭയിൽ കടന്നു വന്നാൽ ആ സഭയിൽ ശുശ്രൂഷ അനുഭവിക്കുന്നവൻ ഈ 3 കാര്യങ്ങളുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. താഴ്മയോടെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവർക്ക് കിട്ടും അലങ്കാരമാല, ആനന്ദതൈലം, സ്തുതി എന്ന മേലാട. ഹല്ലേലൂയ. ഈ മനുഷ്യര് പിന്നെ സഭയുടെ നിന്ന മാറ്റുകയാണ്, എൻ്റെ ജനത്തിൻ്റെ നിന്ന മാറ്റുകയാണ്. പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കും. തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യനഗരങ്ങളെ കേടുപോക്കും. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഒരു മനുഷ്യൻ്റെ മേൽ വന്നു. ആ മനുഷ്യൻ അനേകർക്ക് വിടുതലായി, ആശ്വാസമായി. അവൻ്റെ പേര് മാറി, അവൻ ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ എന്ന പേര് വന്നു. യഹോവയുടെ പുരോഹിതൻ എന്ന പേര് കിട്ടി. പുരോഹിതൻ, യാഗം കഴിക്കുന്നവൻ, മനുഷ്യർക്ക് വേണ്ടി, അത് സഭയ്ക്കകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ. പ്രകൃതി ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ, മഹാമാരി എല്ലാത്തിനാലും വലയുന്ന സകല ജാതി മനുഷ്യർക്കും വേണ്ടി ഇടിവ് നിൽക്കുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഈ ജാതികളുടെ സമ്പത്തൊക്കെ അനുഭവിക്കുമെന്നൊക്കെ പറയുന്നത് എന്താണ്? ജാതികൾക്ക് ഇവനോട് കൂറ് വന്നു. കാരണം അവരുടെ കഷ്ടങ്ങളിൽ, യുദ്ധങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാനും അവരെ ദൈവസന്നിധിയിൽ ഓർപ്പിക്കാനും ഈ മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ഫോർമാലിറ്റി ആയിട്ടല്ല ചെയ്തത്, സ്നേഹിച്ചാണ് ചെയ്തത്.
കാരണം ഈ മനുഷ്യൻ്റെ ഹൃദയം അതുപോലെ ദൈവസന്നിധിയിൽ തകർന്നവതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ വേദന ഇവനറിയാം. അതുകൊണ്ട് ദൈവം അവനെ പുരോഹിതനാക്കി, ശുശ്രൂഷകനാക്കി. അതിൻ്റെ 10 അതിൻ്റെ ഏറ്റവും അതിമനോഹരമായ വചനം. 61:10. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവണിയുന്നത് പോലെ, മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും ദൈവം എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. മണവാളൻ തലപ്പാവണിയുന്ന പോലെ, മണവാട്ടി തന്നെത്താൻ അലങ്കരിക്കുന്ന പോലെ. അപ്പോൾ മണവാളൻ തലപ്പാവ് വയ്ക്കുന്നു, മണവാട്ടി തന്നെത്താൻ ആഭരണങ്ങളാൽ അണിയിക്കുന്നത് പോലെ. അപ്പോൾ ഒരു വലിയ സന്തോഷത്തിലാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ ദൈവം നിന്നെ അണിയിക്കും. ദൈവം സന്തോഷിച്ച് നിന്നെ ഇത് അണിയിക്കും. രക്ഷ എന്ന തലപ്പാവ്, നീതി എന്ന അങ്കി നിന്നെ അണിയിക്കും. ഒരിക്കലും നഷ്ടമാകാത്തൊരു രക്ഷ ദൈവം നിനക്ക് തരും. ആർക്കും പിച്ച് ചീന്താൻ കഴിയാത്ത, ബ്ലെയിം ചെയ്യാൻ കഴിയാത്ത, മുഖം ഇളറുമാറാക്കാൻ കഴിയാത്ത ഒരു നെഞ്ചുറപ്പ് നീതി എന്ന കവചം ദൈവം നിനക്ക് തരും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവാത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ, നിങ്ങളെ നടത്തട്ടെ, മാനിക്കട്ടെ. ആമേൻ.